ബിഗ് ബോസ് മലയാളം സീസൺ 7 മിക്കവാറും തരികിട സാബു പോകുന്നതിനിപ്പുറം വെച്ചിട്ട് അനീഷുമായിട്ട് നല്ലൊരു ഫൈറ്റ് ഉണ്ടാവാൻ എല്ലാ പരിപാടിയും കാണുന്നുണ്ട്. കാരണം രാവിലെ തൊട്ടേ തരികിട സാബുവും അനീഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, റോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സാബുവിൻ്റെ ഒരു റോസ്റ്റിങ്ങിൻ്റെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തപ്പോഴത്തേക്ക് അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ കളിക്കുവാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബിഗ് ബോസ് തരികിട സാബുവിനൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരന് കൊടുക്കുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം പുള്ളിക്കുണ്ടായ മാറ്റങ്ങൾ, ലൈഫിലുണ്ടായിട്ടുള്ള ചേഞ്ചസ്, അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കുണ്ടായ മാറ്റങ്ങളെ പറ്റി പറയുക, അതാണ് പറഞ്ഞേക്കുന്നത് ബിഗ് ബോസ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, സിനിമകളൊക്കെ കിട്ടി അതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്, പുള്ളിയുടെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ലൈഫിനെ പറ്റിയിട്ട്. അപ്പം ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അനീഷ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അനീഷ് ചോദിക്കുന്ന കാര്യം എന്താണ്, ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ബിഗ് ബോസിൽ ഒരു 5 കോമണറെ എടുത്തുകൂടാ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ എന്തുകൊണ്ട് ബിഗ് ബോസിൽ എടുക്കുന്നില്ല, സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരെയും ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയും ആണ് ബിഗ് ബോസിൽ എടുക്കുന്നത്, എന്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ബിഗ് ബോസിൽ എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാബു മിണ്ടാതിരുന്നിട്ട് പറയുന്നുണ്ട്, അതിന് ഉത്തരം ഞാനല്ല പറയേണ്ടത്, ബിഗ് ബോസ് ആണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് എണീച്ച് സിഗരറ്റ് വലിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ചോദ്യം സത്യം പറഞ്ഞ അനീഷ് സാബുവിൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്, അത് സാബു പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ്. പക്ഷെ പുള്ളിയുടെ ചോദ്യം ഞാൻ ഇപ്പം നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്, അപ്പം സെലിബ്രിറ്റി ഒന്നുമല്ല. അപ്പം ഈ ഒരു അനീഷ് ചോദിച്ചൊരു ചോദ്യത്തിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം ഞാനും ഇത് ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് ഈ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ TV സീരിയൽ മേഖലകളിലൊക്കെ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്ന അറിയപ്പെടുന്ന ആൾക്കാരെ മാത്രം ഇതിലേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പുറത്തുനിന്ന് അവർക്ക് ഓഡിയൻസ് തീർത്തും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ബിഗ് ബോസിന്റെ പ്രേക്ഷകർ പകുതി പേരും. അപ്പോൾ അവർ കൊടുക്കുന്ന സപ്പോർട്ടാണ് അകത്ത് നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ഗെയിം കളിക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് എടുക്കുന്നില്ല? അപ്പം ഞാൻ അങ്ങനെ ആദ്യം ചിന്തിച്ചിട്ടുണ്ട്. സീസൺ 1 തൊട്ട് സീസൺ 2ഉം 3 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഓരോ സീസൺ ഇങ്ങനെ വരുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു കോമണറായിട്ടുള്ള ആൾക്കാരെ ഒരു 3, 4, 5, 6 പേരെയൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ, കാരണം അത് അവർ കൂടെ അവരുടെ ലൈഫിനും കൂടെ ഒന്ന് സെറ്റിൽ ആവുന്ന ഒരു പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ചിലപ്പോൾ ഒരു ഫ്രെയിം കിട്ടി അവർ രക്ഷപ്പെടും എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഇത് സെലിബ്രിറ്റികളും അതുപോലെ സിനിമ മേഖലകളും അതുപോലെ സീരിയൽ മേഖലയിലൊക്കെ ഓൾറെഡി നിൽക്കുന്ന 10 പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊണ്ടിട്ടിട്ട് വീണ്ടും വീണ്ടും എന്തിനാണ് അവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി കൊടുക്കുന്നതിന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണക്കാർ ഈ അനീഷ് ചിന്തിച്ചത് ആ കാര്യം തന്നെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഉള്ള കാര്യം തന്നെയാണ്. 100ൽ 100% പുള്ളിക്കാരൻ പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ്. പക്ഷെ ചോദിക്കേണ്ട ആളടുത്തല്ല ചോദിച്ചത്. ഇത് ബിഗ് ബോസിനോടാണ് ചോദിക്കേണ്ടത്, പക്ഷെ സാബുവിനോടല്ല ചോദിക്കേണ്ടത്. അപ്പോൾ സാബു ഒരു മറുപടി പറയുന്നുണ്ട്, എന്ത് BSCയും B.Edും പഠിക്കുന്ന ഒരു കോഴ്സ് പഠിക്കുന്ന ആള്. അപ്പം B.Edകാർ ടീച്ചറിലോട്ട് പോകുന്നു, എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർ അതിലേക്ക് വരുന്നില്ല എന്നൊരു ചോദ്യം ഈ സാബു അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് തന്നെ തിരിച്ച് ഇങ്ങനെ പുള്ളിക്കാരൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് അഭിനയിക്കാൻ അറിയാം, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അപ്പോൾ ആർട്ടിസ്റ്റ് ആകുമ്പം അവർക്ക് ഏത് രീതിയിലും അഭിനയിച്ച് നിൽക്കാൻ സാധിക്കും. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഷാനവാസിന്റെ കാര്യം ഓർമ്മ വന്നു. കാരണം ഈ ഷാനവാസ് അനീഷിനോടൊരു ഇവർ തമ്മിലുള്ളൊരു സംസാരത്തിൽ ലൈവിനകത്ത് പെട്ടെന്നൊരു ഇമോഷണലി കരയുന്ന സീനൊക്കെ ഷാനവാസിന്റെ അടുത്തുനിന്ന് പെട്ടെന്ന് വരെയൊക്കെ ചെയ്തു. അപ്പം അനീഷ് പറയുന്നുണ്ട്, എടാ കള്ള, നീ ഇത്ര പെട്ടെന്ന് നീ കരഞ്ഞു, ഇത്ര വലിയ ആക്ടറാണെന്നൊക്കെ ചോദിക്കുന്നൊരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പം അത് വെച്ചിട്ടായിരിക്കാം ഈ അനീഷ് ഈ സാബുവിൻ്റെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അനീഷ് ഷാനവാസ് എന്നുള്ളൊരു വ്യക്തിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ആക്ടറിന് ഏത് ലെവലിൽ വേണമെങ്കിലും അഭിനയിച്ച് നിൽക്കാം ഈ ഒരു ഷോയിൽ എന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അവിടെ എടുത്തിട്ടത്. അപ്പൊ സാബു ഉണ്ടല്ലോ, ഇത് കേട്ടപ്പോഴേ സാബു മിണ്ടാതെ അവിടെ നിന്ന് പുള്ളിക്കാരൻ സത്യം പറഞ്ഞ സാബുവിന് സത്യം പറഞ്ഞ ഉത്തരം മുട്ടിപ്പോയി. സത്യം പറഞ്ഞ സാബുവിന്റെ ഒരു ക്യാരക്ടറൊക്കെ ആണെങ്കിൽ എവിടെയും സാബുവിന്റെ പഴയ ഒരു പ്രോഗ്രാം ഒരു
ഒരു TV പ്രോഗ്രാമിലാണെന്ന് തോന്നുന്നത്, ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരാൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് സാബുവിൻ്റെ പണ്ടത്തെ തരികിട പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ചോദ്യം ചോദിക്കുന്ന സമയത്ത് സാബു പറയുന്നൊരു മറുപടി ഉണ്ട്. നിങ്ങളെ വീട്ടിൽ എത്ര ചാനലുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം ചോദിച്ച വ്യക്തിയെടുത്ത്. അപ്പം ഇത്രയും ചാനലുള്ള നിങ്ങൾ എന്തിന് ഈ പെയ്ഡ് അല്ലാത്ത ചാനലായിട്ടുള്ള സൂര്യ TV നിങ്ങൾ കാണുന്നു? നിങ്ങൾ ആ ചാനൽ കാണരുത്, അത് ചാനൽ കാണാതെ സ്കിപ്പ് ചെയ്ത് കളയണം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സാബു. ആര് ചോദിച്ചാലും, ആര് റോസ്റ്റ് ചെയ്താലും തിരിച്ച് റോസ്റ്റ് ചെയ്ത് എക്സ്ട്രീം ലെവലിൽ റോസ്റ്റ് ചെയ്ത് കീറി വലിച്ചു വെക്കുന്ന വ്യക്തിയാണ് സാബു. അപ്പം ഈ സാബുവിന് പോലും ഉത്തരം മുട്ടിപ്പോയടേ. അനീഷ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് സാബു അവിടെ നിന്ന് എണീച്ച് നിന്നിട്ട് പോയി സിഗരറ്റൊക്കെ സ്മോക്കിംഗ് ഏരിയയിൽ പോയിട്ട് സിഗരറ്റൊക്കെ വലിക്കാൻ പോയി. അപ്പോൾ അനീഷ് ഇങ്ങനെ വിളിക്കുന്നു, ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിപ്പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് കടന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ബിഗ് ബോസ് സാബുവിന് പെട്ടെന്ന് ഒരു ടാസ്ക് കൊടുക്കുവാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്കിനകത്ത് സാബുവിന് കൊടുത്തേക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും റോസ്റ്റ് ചെയ്ത് ഒടിച്ച് മടക്കി കയ്യിലെടുക്കുക. പക്ഷേ സാബുവിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ സാബു ഈ പറഞ്ഞിട്ടുള്ള എക്സ്ട്രീം ലെവലിൽ ഒരു റോസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി ഒരു കാമായിട്ടുള്ളൊരു റോസ്റ്റിംഗ് ആണ് അവിടെ ചെയ്തത്. പുള്ളി ഓരോരുത്തരെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അനീഷിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് ഇവിടെ ഒരു സാധാരണക്കാരൻ കാർഡ് ഇറക്കി കളിക്കുവാണ്, ഒരു കോമണറായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഉള്ള കാർഡൊക്കെ ഇറക്കി കളിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് സാബു അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മറുപടിയായിട്ട് ലാസ്റ്റ് അനീഷ് തിരിച്ചൊരു കാര്യം, 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. തോക്ക് ചൂണ്ടി സംസാരിക്കുന്ന രീതിയിൽ കൈയൊക്കെ ചൂണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സാബു ഏത് രീതിയിലാണോ സംസാരിച്ചത് അതിൻ്റെ 2 മടങ്ങ് എക്സ്ട്രീം ലെവലിലാണ് തിരിച്ചങ്ങോട്ട് കൊടുത്തത് അനീഷ്. കാരണം അനീഷ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ആരെയും പേടിയില്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന സാബുമാനാണെങ്കിൽ പോലും എനിക്ക് പേടിയില്ല. ഇപ്പോഴും ഞാൻ ആ ചോദ്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല, ഒരു 5 പേരെങ്കിലും വേണം എന്നുള്ള രീതിയിലാണ് ഈ അനീഷ് ചോദിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസക്തിയുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റുകളായിട്ട് ഇട്ടുകൊണ്ട് വരും, അത് മോശമായിട്ട് അത്രയും ചൂടായിട്ട് സംസാരിക്കേണ്ട. ഇതൊരു ബിഗ് ബോസ് ഗെയിമാണ്. ഇവിടെ പല രീതിയിൽ ഇപ്പം ഇവിടെ സാബുവിൻ്റെയൊക്കെ സീസൺ 1 എടുത്ത് നോക്കി കഴിഞ്ഞാൽ സാബുവൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ലാലേട്ടൻ്റെ മുമ്പിൽ വരെ പൊട്ടിത്തെറിച്ച് എല്ലാം വലിച്ചു കീറി വെച്ചേക്കുന്ന സാബുവിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ ഓരോ ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു. അനീഷ് ചങ്കൂറ്റത്തോടെ സാബു പറഞ്ഞതിന് മറുപടി പുള്ളി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ അനീഷ് പറഞ്ഞിട്ടുള്ള സാധാരണക്കാരൻ എന്നുള്ളൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ ഷാനവാസ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, അക്ബർ പക്ഷേ കറക്റ്റ് കാര്യങ്ങൾ ഒരു കാര്യം പറഞ്ഞത് പോയിന്റാണ്. കാരണം ഇത് സാബുവിൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത് ബിഗ് ബോസിനോടാണ് ചോദിക്കേണ്ടത്. ബിഗ് ബോസിനോട് ചോദിക്കുക. ബിഗ് ബോസ് അല്ലേ പറയേണ്ടത് എന്തുകൊണ്ട് കോമണറെ ഒരാളെ കൊണ്ടുവരുന്നത്, 2 പേരെ കൊണ്ടുവരുന്നത് എന്നൊക്കെ സാബുവിൻ്റെ അടുത്തല്ലല്ലോ ചോദിക്കുന്നത്. ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കാൻ പറയുന്നത്. അക്ബർ പറഞ്ഞത് പോയിന്റ് തന്നെയാണ് കേട്ടോ. കാരണം ഇത് ബിഗ് ബോസിൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഇവിടെ സാബുവിൻ്റെ അടുത്ത് ചോദിച്ചത് ചിലപ്പോൾ ഒരു ഫൈറ്റ്, എന്തെങ്കിലും ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. ഒരു കോണ്ടന്റായിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കാം അനീഷ് അത് അങ്ങനെ ചെയ്തത്. പക്ഷേ പുള്ളിക്കാരൻ ചോദിച്ചതിൽ കാര്യമുണ്ട് കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയത്, കാര്യമുണ്ട്. കാരണം അവിടെ നിൽക്കുന്ന ബാക്കി എല്ലാ ആൾക്കാരും ഓരോ രീതിയിൽ, ഇപ്പം ആദില നൂർ ആയിക്കോട്ടെ, അവരൊക്കെ ഓരോരുത്തർക്കും ഓരോരോ പ്രൊഫൈലുണ്ട്. ഒന്നുകിൽ ഇൻഫ്ലുവൻസർ, 10 പേരറിയുന്ന ആൾക്കാരാണ് അവിടെ പകുതി ആൾക്കാരും. ഇപ്പം അവിടെ ഒരു കോമണർ എന്നൊരു ടാഗ് ലൈനിൽ കയറി പോയിട്ടുള്ളത് അനീഷ് മാത്രമാണ്. അപ്പോൾ അനീഷ് അവിടെ കോമണർ ആയതുകൊണ്ടാണല്ലോ പുള്ളിക്ക് കോമണർ എന്നൊരു ടാഗ് ലൈനിൽ പുള്ളിയെ കയറ്റി വിട്ടത്. ഇപ്പം മൈജിയാണ് സെലക്ട് ചെയ്ത്, മൈജിയിൽ വെച്ച് നടന്നിട്ടുള്ളൊരു ഇതിൽ വെച്ചിട്ടാണ് പുള്ളിയെ സെലക്ട് ചെയ്തത്. മറ്റുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, സിംഗർ ആയിക്കോട്ടെ, ഡാൻസർ ആയിക്കോട്ടെ. അപ്പം ഓരോ ആൾക്കാരും ഓരോ തലത്തിൽ നിന്ന് ഒരു 10 പേരെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരായിട്ടാണ് ഇതിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം അനീഷിനെ വെച്ച് നോക്കുവാണെങ്കിൽ അനീഷാണ് ഒരു കോമണർ എന്നുള്ള ഒരു ടാഗ് ലൈനിൽ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം പുള്ളിയൊക്കെ 10 പേര് അറിയാമെങ്കിൽ പുള്ളി ബിഗ് ബോസിലേക്ക് വന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം തന്നെ പുള്ളി പറയുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പുള്ളി പബ്ലിഷ് ചെയ്തൊരു പുസ്തകം ഉണ്ടല്ലോ,
ആ പുസ്തകത്തിന് കുറച്ച് പബ്ലിസിറ്റി കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. പുള്ളി ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഇപ്പം കുറേ ആൾക്കാർ പറയുന്ന, ചിലപ്പോൾ എനിക്ക് കമൻറ്റിലൂടെ ചിലപ്പം പറയുമായിരിക്കാം, പുള്ളി ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട്, സെലിബ്രിറ്റി ആണെന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കാം. പുള്ളി എനിക്ക് തോന്നുന്നു കുറച്ച് പ്രോഗ്രാമിലൊക്കെ പുള്ളി വന്നിട്ടുണ്ട്, എന്തൊക്കെയോ സെൽമീദ ആൻസറിലോ എന്തെങ്കിലും വന്നിട്ടുണ്ട്. അപ്പം അന്നും പറഞ്ഞ് പുള്ളി ഒരു സെലിബ്രിറ്റി ആവണമെന്നില്ലല്ലോ. പുള്ളി ഒരു സെലിബ്രിറ്റി ആയിരുന്നുവെങ്കിൽ പുള്ളിയുടെ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ എപ്പോഴും റീച്ചായി പോയേനെ. ഇപ്പം ഈ ബിഗ് ബോസിലോട്ട് വരുന്നത് വരെ പുള്ളിക്ക് തീരെ ഫോളോവേഴ്സ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് പുള്ളിക്ക് ഫോളോവേഴ്സ് ആയി തുടങ്ങിയത്. അപ്പം പുള്ളി നേരത്തെ ഒരു സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ പുള്ളി പബ്ലിഷ് ചെയ്ത ബുക്കും കാര്യങ്ങളൊക്കെ എപ്പോഴേ ജനങ്ങളിലേക്ക് എത്തിയനല്ലേ. മാത്രമല്ല, ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ്, ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നു അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഫുള്ള് ഡീറ്റെയിൽസ് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ആളാണ് ബിഗ് ബോസ് സീസൺ 7 വരുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ പേര് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ആൾക്കാരുടെ പേരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും ഷാനവാസിൻ്റെ, ആദില, നൂറ, നിവിൻ, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള അക്ബർ, എല്ലാ ആൾക്കാരെയും പേര് സോഷ്യൽ മീഡിയയിൽ മുമ്പേ വന്നിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു അനീഷ് ഒരു സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ, 10 പേര് അറിയുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അനീഷിൻ്റെ വന്നേനല്ലേ. എന്തുകൊണ്ട് വന്നില്ല? അനീഷ് ഒരു സാധാരണക്കാരനായതുകൊണ്ട് മാത്രമാണ് അനീഷിൻ്റെ പേര് വരാഞ്ഞത്. അനീഷ് ചോദിച്ച ചോദ്യം കറക്റ്റ് തന്നെ കേട്ടോ. ഇത് ഞാനും ചിന്തിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴല്ല, മുമ്പേയൊക്കെ ബിഗ് ബോസ് സീസൺ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാനും ചിന്തിച്ചിട്ടുള്ളത്, എന്തിനാണ് ഇത്രയും ഓൾറെഡി കുറേ സെലിബ്രിറ്റി സ്റ്റാറ്റസും അല്ലെങ്കിൽ ആൾക്കാർ 10 പേര് അറിയുന്ന ഇൻഫ്ലുവൻസർമാരെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവരും. പുള്ളിക്കാരൻ പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ്. അപ്പം പക്ഷെ അത് സാബുവിൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്, ബിഗ് ബോസിൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത്. അത് ആള് മാറിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എനിക്ക് തോന്നുന്നു അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും അത്യാവശ്യം 10 പേര് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും കൂടെ തന്നെയാണ്. ഇപ്പോൾ ആദില നൂറ് എടുത്ത് നോക്കി കഴിഞ്ഞാലും RJ ബിൻസി എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇവർക്കൊക്കെ അത്യാവശ്യം ഒന്നിൽ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം ഇപ്പം ബിഗ് ബോസ് തന്നെ, ബിഗ് ബോസിൽ ലാലേട്ടൻ തന്നെ ഇവർ എൻട്രി ചെയ്യാൻ നേരത്ത്, ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ അവരവർ നിൽക്കുന്ന ഓരോ മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് കയറ്റി വിട്ടത്. അവരവരെ 10 പേര് അറിയുന്ന രീതിയിലുള്ള പ്രൊഫൈല് കാണിച്ചിട്ട് തന്നെയാണ് കയറ്റി വിട്ടത്. ഇപ്പോൾ RJ ബിൻസി വന്നപ്പോഴത്തേക്ക് RJ ആന്ന് പറഞ്ഞു, അക്ബർ വന്നപ്പോഴത്തേക്ക് സിംഗറാന്ന് പറഞ്ഞു, അതുപോലെ അപ്പാനി വന്നപ്പോഴത്തേക്ക് ആക്ടറാന്ന് പറഞ്ഞു, അനു വന്നപ്പോഴത്തേക്ക് TV ആക്ട്രസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആൾക്കാർ വന്നപ്പോഴത്തേക്കും അവരെ പ്രൊഫൈല് കാണിച്ചിട്ടാണ് കയറ്റി വിട്ടത്. നേരെ മറിച്ച് അനീഷ് കയറി വന്നപ്പോൾ എന്താണ് കൊടുത്തത്? എന്ത് ടാഗ് ലൈനാണ് കൊടുത്തത്? കോമണർ എന്നുള്ളൊരു ടാഗ് ലൈനല്ലേ കൊടുത്തത്. അപ്പോൾ കറക്റ്റ് തന്നെയാണ്. അപ്പം പുള്ളിക്കാരൻ ഒരു സാധാരണക്കാരനായതുകൊണ്ട് മാത്രമല്ല അങ്ങനെ കയറ്റി വിട്ടത്. അല്ലെ പിന്നെ പുള്ളിക്കാരനും ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറഞ്ഞ് കയറ്റി വിടായിരുന്നല്ലോ. അപ്പം എന്തായാലും അനീഷ് പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ് കേട്ടോ. അനീഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഞാനും ഇതൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രയും 10 പേര് അറിയുന്ന അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ എന്തിനാണ് വീണ്ടും കുറേ കപ്പ് മേടിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പൈസ വീണ്ടും അവർക്ക് കുറേ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്. ഇപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്, കാരണം ഇതൊരു റിയാലിറ്റി ഷോ ആണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ്. എൻഡ് ഓഫ് ദി ഡേ ഇത് ഒരാൾ വിന്നറാവും. അപ്പം ആ വിന്നിങ് ആവുന്ന ആൾക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ച് പ്രോഫിറ്റ് ഈ ഒരു ഷോ നടത്തുന്ന ടീമിന് കിട്ടണം. അപ്പം ഈ പറഞ്ഞിട്ടുള്ള സെലിബ്രിറ്റികളെ വെക്കുവാണെങ്കിൽ ആ ഒരു എന്ന് വെച്ചാൽ കുറേ പൈസ ഇറക്കി ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലേ. സാധാരണക്കാരായിട്ടുള്ള ഒരാളെ കൊണ്ടിടുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോ റണ്ണിങ് ആവണമെന്നില്ല, മൂവ് ആവണമെന്നില്ല, അവരുദ്ദേശിച്ച ഒരു പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. അപ്പം കുറച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടിടുമ്പോഴത്തേക്ക് അവരെ ഒരു ലൈഫ് എങ്ങനെ ആയിരിക്കും, അവരെ ഒരു ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാക്കി ആ ഒരു പ്രോഫിറ്റിലോട്ട് എത്തുക. അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് അനീഷ് ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു.